ആസിഡിനായിരിക്കും ലൈറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ്? ലാമ്പ് ഉണ്ടല്ലോ, ലാമ്പ് പോലെയുള്ളത്. ഇത് ഇലുമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? അസിറ്റ്ലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു നമ്മുടെ കാർബൈഡ് ലാമ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹോക്കേഴ്സ് ലാമ്പ് ഒക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ എന്നാ ചെയ്യുന്നത്? ഇതിനകത്തൊക്കെ അസിറ്റ്ലിൻ ആണ് ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. കാർബൈഡ് ലാമ്പ് എടുക്കുവാണെങ്കിൽ അവിടെ എന്താ വരുന്നത്? കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. അങ്ങനെ അവിടെ എന്തായിരിക്കും? അസറ്റിലിൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്നാ എടുക്കും? ഒരു ഫ്ലെയിമിനെ അവിടെ ഇഗ്നൈറ്റ് ചെയ്യും. ഒരു വൈറ്റ് കളർ ബ്രൈറ്റ് വൈറ്റ് ലൈറ്റിനെ ഇഗ്നൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഹോക്കേഴ്സ് ലാമ്പ് ഇങ്ങനെയുള്ള പലയിടത്തും എന്നാണ് അസിറ്റിലിൻ വഴിയായിരിക്കും. അതായത് അവിടെ ആ ഗ്യാസ് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ലൈറ്റ് വരുന്നത്. പ്രിന്റിംഗ് ഓഫ് ക്ലോത്ത്സ് ഏതാ യൂസ് ചെയ്യുന്നത്? ഏതാ യൂസ് ചെയ്യുന്നത്? ഏതാ യൂസ് ചെയ്യുന്നത്? എഥിലിൻ ആണോ മീഥൈൻ ആണോ? ഏതാ യൂസ് ചെയ്യുന്നത്? എതിലിൻ യൂസ് ചെയ്യാറുണ്ടോ പിള്ളേരെ? എതിലിൻ യൂസ് ചെയ്യാറുണ്ടോ? എതിലിൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്താ പറയുന്നത്, എതിലിൻ ഗ്ലൈക്കോൾ, അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എതിലിൻ ഗ്ലൈക്കോൾ ഉണ്ട്. അത് ചില ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു അഡിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രിന്റിംഗ് പ്രോസസ്സിനും അതുപോലെ തന്നെ പോളിസ്റ്റർ ഫൈബേഴ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ക്ലോത്തിങ്ങിന്റെ സമയത്ത് പ്രൈമറി റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാറ് ഉണ്ട്. ഇനി എതിലിൻ വരില്ല, എതിലിൻ ഗ്ലൈക്കോൾ അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? പ്രിന്റിംഗ് ഓഫ് ക്ലോക്സ് ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ. പ്രിന്റിങ്ങിനും ഡൈയിങ്ങിനും ഒക്കെ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്, ഡൈയിങ് അസിസ്റ്റന്റ് ആണ്. ഇതെന്നാ ചെയ്യും? നമ്മുടെ ഫാബ്രിക്കിനെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പ്രിന്റിംഗ് പേസ്റ്റിന്റെ pH സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും പ്രിന്റിന്റെ ഷാർപ്നെസ് ഇൻഹാൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറ് ഉണ്ട്. അപ്പൊ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓക്സാലിക് ആസിഡ് ആണ്. ബ്ലീച്ചിങ്ങിന് സഹായിക്കും, pH സ്റ്റെബിലൈസ് ചെയ്യും, ഡൈയിങ് അസിസ്റ്റന്റ് ആണ്. പിന്നെ സ്റ്റെയിൻ റിമൂവലിന് ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്റ്റെയിൻ റിമൂവലിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഓക്സാലിക് ആസിഡ് ആണ് വരുന്നത്. ഓയിൽ ഫാറ്റിന്റെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? ഏതാ വരുന്നത്? ഒരു മിനിറ്റ്. ഏതാ യൂസ് ചെയ്യുന്നത്? ബെൻസീൻ അല്ലേ? ബെൻസീൻ ആണ് യൂസ് ചെയ്യുന്നത് സോൾവെന്റ് ആയിട്ട്. ഓയിലും ഫാറ്റിലും ഒക്കെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബെൻസീനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബെൻസീനെയാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം ഇതെന്നാ പറയുന്നത്?
ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. അത് വേറൊരു നോൺ പോളാർ മോളിക്യൂൾ ഓയില് ഫാറ്റ് പോലെയുള്ളതിനെയൊക്കെ എന്നായിരിക്കും ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്ന് പറയത്തില്ലേ, അതേപോലെ ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഫുഡ് പ്രിസർവേറ്റീവ് ഏതാ വരുന്നത്? ഫുഡ് പ്രിസർവേറ്റീവ് ഏതാ വരുന്നത്? ഫുഡ് പ്രിസർവേറ്റീവ് ഏതാ വരുന്നത്? പറയുന്നുണ്ടോ? എന്തിന്റെയിലൊക്കെ ആൻസർ പറ. ഫുഡ് പ്രിസർവേറ്റീവ് ഏതാ വരുന്നത്? ബാക്കിയുള്ളവര് വെറുതെ കയറിയിട്ട് ഷോ കാണാനിരിക്കുന്ന പോലെ ഇരിക്കില്ല. ആൻസർ പറ, അറിയാവുന്നതൊക്കെ പറ. സോഡിയം ബെൻസോയേറ്റ് ആണ് കേട്ടോ. ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ്, അസിഡിക് ഫുഡ്സില് ബിവറേജസിലൊക്കെ ഇതിന്റെ ഗ്രോത്തിനെ തടയാനായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഏതായിരിക്കും? സോഡിയം ബെൻസോവേറ്റ് ആണ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിമെന്റ് ഹാർഡ് ചെയ്യുന്നത് എന്ത് വഴിയാ? സിമെന്റ് ഈസ് മെയ്ഡ് ഹാർഡ് വിത്ത് എന്താ വരുന്നത്? സിമെന്റ് ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി. ഏതാണ്? ഹൈഡ്രേഷൻ വഴിയാണ്. ഹൈഡ്രേഷൻ വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. ഹൈഡ്രേഷൻ വഴിയാണ് ചെയ്യുന്നത്. വാട്ടർ റിയാക്ട് ചെയ്യും. സിമെന്റിലെ കോമ്പൗണ്ടുമായിട്ട് വാട്ടർ റിയാക്ട് ചെയ്തിട്ട് പുതിയ സോളിഡ് ഹൈഡ്രേറ്റിനെ ഫോം ചെയ്യിക്കും. അങ്ങനെയാണ്. ഇത് എപ്പോഴാണ് നമ്മൾ കാണുന്നത്? സിമെന്റ് പൗഡർ കാണും. ആ സിമെന്റ് പൗഡർ തന്നെ ആയിരിക്കും, സിമെന്റ് പൗഡർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യിക്കും. പിന്നെ എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് നമ്മൾ തേച്ച് വെക്കാറുണ്ട്. സിമെന്റ് ചെയ്യത്തില്ലേ, തേച്ച് വെക്കാറുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പേസ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് ടൈം ഇതാകുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഹാർഡൻ ആയിട്ട് പോകും. ഏതാ വരുന്നത്? ഹൈഡ്രേഷൻ ആണ് കേട്ടോ. ഹൈഡ്രേറ്റ്സ് ആയിട്ടാണ് വരുന്നത്. തന്നെ അടുത്തത് ബേരിയം സൾഫേറ്റ്. ബേരിയം സൾഫേറ്റ് ലെസ് സോലുബിളാ വാട്ടറിൽ. എന്തുകൊണ്ടാ? ഏതാ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്നാ വരുന്നത്? ബേരിയം സൾഫേറ്റിന്റെ ലാറ്റിസ് എനർജി ഉണ്ടല്ലോ, ഹൈ ലാറ്റിസ് എനർജിയാണ് വരുന്നത്. വാട്ടർ മോളിക്യൂൾസിന് ഈസിലി ഇതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബേരിയം സൾഫേറ്റ് അയോണും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു കോമ്പൗണ്ട് ഡിസോൾവ് ആകണമെങ്കിൽ എന്നെ എടുക്കണം? അതായത് ഒരു കോമ്പൗണ്ട് അതായത് എപ്പോഴും അതിന്റെ ലാറ്റിസ് എനർജിയെക്കാട്ടി കൂടുതൽ ഹൈഡ്രേഷൻ എനർജി വേണം. അത് വാട്ടർ നമ്മൾ ഒരു കോമ്പൗണ്ടിലോട്ട് ഒഴിക്കുമ്പം വാട്ടർ മോളിക്യൂൾസ് ഇതിന്റെ ആ കോമ്പൗണ്ടിന്റെ അയോൺസിനെ സറൗണ്ട് ചെയ്ത് വരും. അപ്പം ആ കോമ്പൗണ്ടിലെ അയോൺസ് തമ്മിലുള്ള എനർജി, ആ എനർജി എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസിന് ബ്രേക്ക് ചെയ്യാൻ കഴിയണം. അതിന്റെ ലാറ്റിസ് എനർജിയെ വാട്ടർ മോളിക്യൂൾസിന്റെ ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഹൈഡ്രേഷൻ എനർജിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ അത് ഡിസോൾവ് ആകത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്നാ പറ്റും? ഇവിടെ ഡിസോൾവ് ആകുന്നില്ല. ഡിസോൾവ് ആകാനായിട്ടുള്ള കാരണം എന്നാ? അവിടെ വരുന്ന ആ ഹൈഡ്രേഷൻ എനർജി മറ്റേതിനെക്കാട്ടില് കുറവാണ് വരുന്നത്. ഹൈഡ്രേഷൻ എനർജി ലാറ്റിസ് എനർജിയെക്കാട്ടി കൂടുതലായാൽ മാത്രമേ ഡിസോൾവ് ആക്കാൻ പറ്റത്തുള്ളൂ. കാർബോഹൈഡ്രേറ്റ് ഏതാ ഇതിനകത്ത് വരുന്നതിൽ? കാർബോഹൈഡ്രേറ്റ് ഏതാണ് വരുന്നത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തുവാ സാധനം? H2O2. കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്ന് പറഞ്ഞ എന്നാ?
കെയിൻ ഷുഗർ എന്ന് പറയുന്ന ഏതാ? ഡൈസാക്രൈഡ് ആണ് കേട്ടോ, ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഡൈസാക്രൈഡ് ആണ് വരുന്നത്. സൂക്രോസ് എന്നും നമ്മൾ പറയാറുണ്ട്. സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേർന്നിട്ടായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ബോഡിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻ്റ് ആണ് വരുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പ്രഷറിൽ ഏത് ഗ്യാസ് ആയിരിക്കും നമ്മൾ നിറച്ച് വെക്കുന്നത്? സോഫ്റ്റ് ഡ്രിങ്കിൽ പ്രഷറിൽ ഏതായിരിക്കും നിറച്ച് വെക്കുന്നത്? ഏത് ഗ്യാസിനെ ആയിരിക്കും നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കിൽ പ്രഷറിൽ നിറച്ച് വെക്കുന്നത്? ഏതിനെ ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് വെക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഫില്ല് ചെയ്യുന്നത്. അടുത്തത്, കോമൺ സാൾട്ടിനെ അയഡൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? കോമൺ സാൾട്ടിനെ അയഡൈസ് ചെയ്യാനായിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് അയഡിൻ ആയിരിക്കും കേട്ടോ. പൊട്ടാസ്യം അയഡൈഡ് അല്ലെങ്കിൽ അയഡിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ പൊട്ടാസ്യം അയഡൈഡ് ഉണ്ടല്ലോ, അയഡിന് വരുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, പൊട്ടാസ്യം അയഡൈഡ് പോലത്തെ കോമ്പൗണ്ട് യൂസ് ചെയ്യുക. കോമ്പൗണ്ട് യൂസ് ചെയ്യുമ്പോൾ എന്നെ എടുക്കും? കോമൺ സാൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് വരും. അപ്പം അതിനെ അയഡൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടാസ്യം അയഡൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം അയഡോഡേറ്റ് ഉണ്ട്, ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. സോഡിയം അയഡൈഡ് ആണോ യൂസ് ചെയ്യുന്നത്? പൊട്ടാസ്യം വരുന്നതാ കേട്ടോ. നിങ്ങളോട് ആരാ പറഞ്ഞത് സോഡിയം അയഡൈഡ് ആണ്? ആരാ പറഞ്ഞത് സോഡിയം അയഡൈഡ് ആണ്? ഏ, അങ്ങനെ വിചാരിച്ച് ചുമ്മാ അറിയുവാണോ? പൊട്ടാസ്യം അയോഡൈഡും അതുപോലെ തന്നെ അയഡോഡേറ്റും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. മെയിനായിട്ടും അയഡിൻ കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, അടുത്ത ഏതാ വരുന്നത്? ഓൾ ഓയിൽസ് ബിലോങ്സ് ടു വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്? ഓയിൽ ഏതിനകത്താ വരുന്നത്? ഏതാ വരുന്നത്? ഓയിൽസ് മെയിൻ ആയിട്ടും വരുന്നത്, ഓയിൽസ് ലിപ്പിഡാ വരുന്നത് കേട്ടോ. ലിപ്പിഡാണ് വരുന്നത്. നമ്മുടെ എസ്തർ, നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ പറയുന്നത് ഓയിൽസും ഫാറ്റും ഒക്കെ വരുന്നത് ലിപ്പിഡ്സിന്റെ അകത്താ വരുന്നത്. ലിപ്പിഡ്സ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ആർ സോലുബിൾ ഇൻ വാട്ടർ ആണ് ലിപ്പിഡ്സ് വരുന്നത്. ഇൻസൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ് ആണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആയിരിക്കും. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അത്. സോയിലിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ളതാണ്, ലിപ്പിഡ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ എന്നായിരിക്കും? ഓർഗാനിക് സോൾവെൻസിൽ, ബാക്കിയുള്ള ഓർഗാനിക് സോൾവെൻസിൽ ഇത് സോലുബിൾ ആയിരിക്കും. ഫാറ്റും ഓയിൽസും അബണ്ടന്റ് ടൈപ്പ് ഉള്ള ലിപ്പിഡ്സിന്റെ കേസിലാണ് വരുന്നത്. ഒന്നും കൂടെ നിങ്ങൾ എടുത്തു പറയുവാണെങ്കിൽ ഏത് പറയാം? എസ്തറിന്റെ കേസ് പറയാം. പിന്നെ പെട്രോളിയം ഓയിൽസ് ഉണ്ട്, അത് ഏതിന്റെ കേസ് ആയിരിക്കും വരുന്നത്? അതാ വരുന്നെങ്കിൽ നമ്മുടെ ഹൈഡ്രോ കാർബണിന്റെ കേസ് ആയിരിക്കും വരുന്നത്. ഹൈഡ്രോ കാർബൺസിന്റെ കേസ് ആയിരിക്കും വരുന്നത്.
അടുത്തത്, ഓൾ ഓയിൽസ് ബിലോങ്സ് വിച്ച് among ദ ഫോളോയിങ് കോൾ കണ്ടെയ്ൻ 90% ഓഫ് കാർബൺ? ഏതാ വരുന്നത്? ആന്ത്രസൈറ്റ് ആണല്ലേ. ഹൈ വെറൈറ്റി കോൾ എന്ന് പറയുന്ന ഏതാ വരുന്നത്? ഹൈ വെറൈറ്റി കോൾ എന്ന് പറയുന്ന ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. ഇതെങ്ങനെയാ വരുന്നത്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിൻ, ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. പീറ്റ് വരും. പീറ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? കോൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? പ്ലാന്റ്സ് എല്ലാം സ്വാമ്പി കണ്ടീഷനിൽ വർഷങ്ങളായിട്ട് മണ്ണിന്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടായിരിക്കും, ആ സാമി കണ്ടീഷനിൽ കിടന്നിട്ടായിരിക്കും കോൾ ഫോം ചെയ്യുന്നത്. ഇത് വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്. ആദ്യം ഇത് എന്നെ എടുക്കും, ഒരു ഹ്യൂമസ് ആയിട്ട് മാറും, ഒരു വഴുവഴുപ്പുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് പീറ്റ് ആവും. പീറ്റ് ആകുമ്പോൾ വരുമ്പോഴത്തേന് എന്നെ എടുക്കും. ഇതിനകത്തെ ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞു വന്നിട്ട് കാർബൺ കണ്ടന്റ് ഹൈ ആയിട്ട് വരും. പിന്നെ കുറെ വർഷങ്ങളും കൂടെ കഴിയുമ്പോൾ അത് ലിഗ്നൈറ്റ് ആവും, പിന്നെ ബിറ്റുമിൻ ആവും, പിന്നെ ആന്ത്രസൈറ്റ് ആയിരിക്കും. ഏറ്റവും ഹൈ വെറൈറ്റി കോൾ എന്ന് പറയുന്ന ഏതായിരിക്കും? ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. ഗോബർ ഗ്യാസ് ഏതാ വരുന്നത്? ഗോബർ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഏതിനെയാ പിള്ളേരെ? മീഥൈനെയാണ് ഗോബർ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ മെറ്റീരിയൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ? ഏതാ? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലേ. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ ലെയറിൽ ഹോൾ വീഴാനായിട്ട് ഉണ്ടാക്കുന്നത്. ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയറിനെയാണ് നമ്മൾ, ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? അൾട്രാവയലറ്റ് റേസിൽ നിന്ന്, സ്ട്രാറ്റോസ്ഫിയറിലായിട്ട് കാണുന്നതാണ്. നമുക്ക് അൾട്രാവയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു അംബർല പോലെ ആക്ട് ചെയ്യുന്നതാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഏതാ വരുന്നത്? O3 ആണല്ലേ വരുന്നത്. ഇതിൽ ഉണ്ടാകുന്ന ഡിപ്ലീഷനെയാണ് നമ്മൾ, തിക്നെസ് കുറഞ്ഞു വരുന്നതിനെയാണ് ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ളത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് വരുന്നത്. ഭോപ്പാൽ ട്രാജഡി ഏതാ വരുന്നത്? ഏതിന്റെ ഭോപ്പാല്? മീഥൈൽ ഐസോസൈനേറ്റ് അല്ലേ. മീഥൈൽ ഐസോസൈനേറ്റിന്റെ ലീക്കേജ് ആണ് നടന്നത്. ഭോപ്പാൽ ട്രാജഡി കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ടോ ഭോപ്പാൽ ട്രാജഡി? എന്തുവായിരുന്നു? ഇപ്പോഴും അതിന്റെ ഇതുണ്ടെന്നല്ലേ പറയുന്നത്. ഇപ്പോഴും ഭോപ്പാൽ ട്രാജഡിയുടെ ഒരു ഇത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും അവർക്ക് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഭോപ്പാൽ എവിടെ വരുന്നതാ? ഭോപ്പാൽ എവിടെ വരുന്നതാണ്? മധ്യപ്രദേശിൽ വരുന്നതാണ്. 1984 ഭോപ്പാൽ ഡിസാസ്റ്റർ നടന്നത്. ഏകദേശം ഒരു 5 ലാക്സോളം ആൾക്കാരുണ്ടായി പറ്റി. അവിടെ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റ് വന്നു. എന്നിട്ട് അവിടെ എന്നെ എടുത്തു, ആ സ്ഥലത്തെ ഒരു ടോക്സിക് ഗ്യാസ്, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് ലീക്കായി. അങ്ങനെ ഒരു വലിയ ഡിസാസ്റ്റർ നടന്നതാണല്ലേ. അടുത്തത്, കോളിന്റെ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്നാ? അതായത് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? ജൂൾ പെർ കിലോഗ്രാം യൂണിറ്റിലാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഒരു സ്പെസിഫിക് എമൗണ്ട്, ഒരു സബ്സ്റ്റൻസിന്റെ ഒരു സ്പെസിഫിക് എമൗണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റൻ നടക്കുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് എമൗണ്ടിന് കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുമ്പം അത് റിലീസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. മെഷർ ചെയ്യുന്നത് ജൂൾ പെർ കിലോഗ്രാമിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. മെഷർ ചെയ്യാനായിട്ട് കലോറിമീറ്റർ ആയിരിക്കും അല്ലെ. ബോം കലോറിമീറ്റർ ആണ് ഇതിന് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന കലോറിഫിക് വാല്യൂ ഓഫ് ഏതൊക്കെ ചോദിക്കുന്നുണ്ട്? കോൾ ചോദിക്കുന്നുണ്ട് അല്ലേ. കോളിന്റെ കലോറിഫിക് വാല്യൂ എത്ര വരുന്നത്? ഏതാ വരുന്നത്? 23.9 വരുന്നത്. 23.9 ആണ് വരുന്നത്. ഏതിനകത്താ വരുന്നത്? ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഏത് കോളിനാ ഉള്ളതെന്ന് അറിയാവോ? ആന്ത്രസൈറ്റിനാണ് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ വരുന്നത്.
കോളിന്റെ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഹയസ്റ്റ് നോക്കുവാണെങ്കിൽ എത്ര വരുന്നത്? ഒരു 86 തൊട്ട് വരും കേട്ടോ. 86% ഏകദേശം വരാറുണ്ട്. ഇത് എത്ര ആയിരിക്കും വരുന്നത്? 25 to 32 ഇടയ്ക്കായിരിക്കും വരുന്നത്. ഇനി കലോറിഫിക് വാല്യൂ ഓഫ് പെട്രോളിന്റെ കലോറിഫിക് വാല്യൂ എത്ര വരുന്നത്? ഏതാ വരുന്നത്? പെട്രോളിന്റെ കലോറിഫിക് വാല്യൂ എത്ര ആയിരിക്കും വരുന്നത്? ഡീസല് പെട്രോളൊക്കെ ഒരു 45 ആ റേഞ്ചിലായിരിക്കും വരുന്നത്. നമുക്ക് 40 എടുക്കാം. 45 ആ റേഞ്ചിലായിരിക്കും കലോറിഫിക് വാല്യൂ ഇതിന്റെ എല്ലാത്തിനെയും വരുന്നത്. റഫ്ലി 45 പോയിന്റ് സംതിങ് ആയിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും വരുന്നത് കേട്ടോ. 45, 48 ആ റേഞ്ചിലായിരിക്കും പെട്രോള് ഡീസലൊക്കെ തന്നെ വരുന്നത്. ഇനി കെറോസിന്റെ ആണെങ്കിലോ? കെറോസിന്റെ ആണെങ്കിലോ? ബയോഗ്യാസിന്റെ അറിയുവോ? ബയോഗ്യാസിന്റെ അറിയുവോ? 5000 കിലോ കലോറി പെർ ക്യൂബിക് മീറ്റർ ആണ് വരുന്നത്. 5000 കിലോ കലോറി പെർ ക്യൂബിക് മീറ്റർ ആണ് ബയോഗ്യാസിന്റെ വരുന്നത്. ഇനി നിങ്ങൾ ഏകദേശം ഒരു പേഴ്സൻറ്റേജ് എടുക്കുവാണെങ്കിൽ ഏതിന്റെ ഇടയ്ക്ക് വരും? വേരി ചെയ്യുന്നുണ്ട്. ഇനി ആവറേജ് ആണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? ആവറേജ് ഒരു 20 mg പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും വരുന്നത്. 20 mg പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും വരുന്നത്. 55 തൊട്ട് 65 വരെ ശതമാനം പെർസെൻറ്റേജ് എടുക്കുവാണെങ്കിൽ 55 to 65% ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി ഹാർഡ് കോൾ എന്ന് വെച്ചാൽ എന്നാ വരുന്നത്? ഹാർഡ് കോൾ എന്ന് വെച്ചാൽ എന്നാ വരുന്നത്? ഹാർഡ് കോൾ എന്ന് വെച്ചാൽ ഏതായിരിക്കും വരുന്നത്? ഹാർഡ് കോൾ എന്ന് വെച്ചാൽ ആന്ത്രസൈറ്റ് കോൾ ആണല്ലേ. ഏറ്റവും ഹൈ വെറൈറ്റി കോൾ ആണ് ഹാർഡ് കോൾ എന്ന് പറയുന്ന ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. ഓക്കെ. സോഫ്റ്റ് കോൾ ഏതാ വരുന്നത്? ഫസ്റ്റ് ഫോം സ്റ്റേജ് ആയിരിക്കും. സോഫ്റ്റ് കോൾ ഏതാ വരുന്നത്? സോഫ്റ്റ് കോൾ ഏതാണ് വരുന്നത്? സോഫ്റ്റ് കോളിനെ എന്നാ പറയുന്നത്? സോഫ്റ്റ് കോളിനെ നമ്മൾ ബിറ്റുമിനസ് കോൾ എന്നാണ് പറയുന്നത്. ബിറ്റുമിനസ് കോൾ എന്നാണ് പറയുന്നത്. മിഡിൽ റാങ്ക് കോളിനെയാണ് സോഫ്റ്റ് കോൾ എന്ന് പറയുന്നത്. ആന്ത്രസൈറ്റുമായിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും വരുന്നത്? മറ്റേത് സോഫ്റ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ കോളാകാൻ തുടങ്ങുന്ന ലിഗ്നൈറ്റ് എന്നൊക്കെ പറയുന്ന അതിന്റെ ഒറിജിൻ ശൈല ശരിക്കും കോളാന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പീറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജാ വരുന്നത്. സോഫ്റ്റ് കോൾ അല്ല. സോഫ്റ്റ് കോൾ ഏതാ വരുന്നത്? ബിറ്റുമിനസ് കോളിനെയാണ് പറയുന്നത്. കോളിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാ വരുന്നത്? കോളിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാ? പീറ്റാ വരുന്നത്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പീറ്റ് ആണ് വരുന്നത്. ഹ്യൂമസ് നേരെ പീറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ആറ്റോമിക് റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാ? ആറ്റോമിക് റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? യുറാനിയം ഡയോക്സൈഡ് ആണ് കേട്ടോ. യുറാനിയം ഡയോക്സൈഡ് ആണ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്. പെട്രോളിയത്തിന്റെ വേറൊരു പേര്. പെട്രോളിയത്തിന്റെ വേറൊരു പേരെന്നാ? പെട്രോളിയത്തിന്റെ വേറൊരു പേരെന്നാ? ക്രൂഡ് ഓയിൽ എന്ന് പറയും അല്ലേ. ക്രൂഡ് ഓയിൽ എന്ന് പറയാറുണ്ട്. പെട്രോളിയത്തിന്റെ ഒരു ഫ്രാക്ഷൻ അല്ലാത്തത് ഇതിനകത്ത് ഏതാ? ഏതാ വരുന്നത്? ഏതാ? പീറ്റ് വരുന്നത്. പീറ്റ് കോളിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് വരുന്നത്. ഇനി കോളിന് ക്ലാസിഫിക്കേഷന്റെ ബേസ് അല്ലാത്തത് ഏതാ? ഏതിന്റെ ബേസിലാ കോളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഏതായിരിക്കും? പീരീഡ് ഓഫ് ഫോർമേഷൻ അനുസരിച്ചാ. ആദ്യത്തെ കേട്ടോ, പീരീഡ് ഓഫ് ഫോർമേഷൻ അനുസരിച്ചാണ്
പറയുന്നത്? കോൾ ഗ്യാസ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മിക്സ്ചറാ വരുന്നത്? കോൾ ഗ്യാസ് എന്തിന്റെയൊക്കെ മിക്സ്ചറാ വരുന്നത്? കോൾ ഗ്യാസ് എന്തിന്റെയൊക്കെ മിക്സ്ചറാ വരുന്നത്? മീഥേന്റെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ, ഹൈഡ്രജനും കൂടെ ആന്ന് പറയാം. ഏതായിരിക്കും വരുന്നത്? മീഥേന്റെ, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഉള്ളതാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏത് ഫ്യൂവലാണ് ആഷ് അസൈൻ ചെയ്യുന്നത്? ബേൺ ചെയ്യുമ്പോൾ ആഷ് തരുന്നത് ഏത് ഫ്യൂവലാ? ആഷ് തരുന്ന ഏതായിരിക്കും? സോളിഡ് ഫ്യൂവൽ അല്ലേ ആഷ് തരുന്നത്? സോളിഡ് ഫ്യൂവൽ ആയിരിക്കും ആഷ് തരുന്നത് ബേൺ ചെയ്യുമ്പോൾ. ദെൻ ഒരു ഗുഡ് ഫ്യൂവലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത് ഏതാ? ഹൈ കലോറിഫിക് വാല്യൂ വരും, ഒരു പ്രോപ്പർ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും, പിന്നെ എന്നായിരിക്കും അത്? പ്രോപ്പറായിട്ട് ക്ലീൻലി ആയിട്ട് ബേൺ ചെയ്യും വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ഹാംഫുൾ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ എക്സസീവ് സ്മോക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ നന്നായിട്ട് ഇത് ബേൺ ചെയ്തു പോകും. പിന്നെ ഒരു ലോ മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും, ലോ ആഷ് കണ്ടന്റ് ആയിരിക്കും വരുന്നത്, ലോ കോസ്റ്റ് ആയിരിക്കും, ഈസി കൺട്രോളബിൾ ആയിരിക്കും, ഈസി സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വരും. ഇതാണ് ഗുഡ് ഫ്യൂവലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. When incomplete combustion loss is high, the fuel gas analysis shows a large amount of എന്നായിരിക്കും വരുന്നത്? ഇൻകംപ്ലീറ്റ് കമ്പഷൻ ലോസ് ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും കാണിക്കുന്നത്? ഏതായിരിക്കും വരുന്നത്? എന്നായിരിക്കും കാണിക്കുന്ന ഫ്യൂവൽ ഗ്യാസ് അനാലിസിസ്? അറിയോ? കാർബൺ മോണോക്സൈഡിനെ ആയിരിക്കും കാണിക്കുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡിനെ ആയിരിക്കും കാണിക്കുന്നത്. ഇൻകംപ്ലീറ്റ് കമ്പൽഷൻ നടക്കുന്ന എപ്പോഴാണ്? ഓക്സിജൻ ഇല്ലാത്തപ്പോഴാണ് അല്ലേ? ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ലാത്തപ്പോഴാണ് ഇൻകംപ്ലീറ്റ് കൺവെൻഷൻ നടക്കുന്നത്. അപ്പൊ എന്നെ എടുക്കും? ഫ്യുവൽസിലെ കാർബണിനെ എന്നെ എടുക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്യാതെ കാർബൺ മോണോക്സൈഡ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ലെസ് എനർജി ആയിരിക്കും അവിടെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇത്രയും മതിയേ. ബാക്കി അടുത്ത ദിവസം ചെയ്യാം. ബാക്കി ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട്, ബാക്കി അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാ. ഓരോത്തിൻ്റെയും പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ്. ഇപ്പം നന്നായിട്ട് ക്ലാസ് കാണുക കേട്ടോ, നന്നായിട്ട് ക്ലാസ് കാണുക. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. ചെറിയൊരു വൈവ പോലെയുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ലീവ് ചെയ്തോളാം. ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം, വേറെ ഒന്നുമില്ല. ചെറിയൊരു കാര്യം, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് കോമൺലി കേട്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കാം, കുറച്ച് കാര്യങ്ങൾ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം നിങ്ങൾ ഏറ്റവും ഹൈ വെറൈറ്റി കോള ഏതാ വരുന്നത്? ഹൈ വെറൈറ്റി കോള ഏതാ വരുന്നത്? എത്ര ഇനർട്ട് ഗ്യാസസ് ഉണ്ട്?
ഇനേർട്ട് ഗ്യാസസ് എത്ര എണ്ണം ഉണ്ട്? ഇനേർട്ട് ഗ്യാസസ് എത്ര എണ്ണം ഉള്ളത്? പീരിയോഡിക് ടേബിളിൽ എത്ര എലമെന്റ് ഉണ്ട്? പീരിയോഡിക് ടേബിളിൽ എത്ര എലമെന്റ് ഉണ്ട്? പീരിയോഡിക് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇത്രയാണ് ഇനേർട്ട് ഗ്യാസസ് വരുന്നത്. അതിന് വേറൊരു പേരാണ് സ്റ്റേബിൾ, ഇത് നോബിൾ ഗ്യാസസ് എന്ന് പറയും. ഓക്കെ. പീരിയോഡിക് ടേബിളിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? ഓക്കെ. എത്ര ഗ്രൂപ്പ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? എത്ര ഗ്രൂപ്പ് ഉണ്ട്? എത്ര പീരിയഡ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. എത്ര പീരിയഡ്സ് ഉണ്ട്? 7 പീരിയഡ്സും ഉണ്ട്. 7 പീരിയഡ്സും ആയിരിക്കും വരുന്നത്. ഡി ബ്ലോക്സ് എലമെന്റ്സിനെ പറയുന്ന വേറൊരു പേരെന്നാ? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറയുന്ന വേറൊരു പേരെന്നാ? ട്രാൻസിഷൻ എലമെന്റ്സ് വരും അല്ലേ? ഏർ, മൂന്നാമത്തെ ഇത് തൊട്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12 വരെ ഉള്ളതാ വരുന്നത്. ഹാലജൻ ഗ്രൂപ്പ് എത്രാമത്തെ ഇതാ വരുന്നത്? ഹാലജൻ ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാ വരുന്നത്? 17th ഗ്രൂപ്പാണ് വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിനെ പറയുന്ന പേരെന്നാ? ഫസ്റ്റ് ഗ്രൂപ്പിനെ പറയുന്ന പേരെന്നാ? 18 അല്ല, 17ാമത്തെ ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പിനെ പറയുന്ന പേര് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതാ വരുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതൊക്കെയാ വരുന്നത്? എഫ് ബ്ലോക്ക്. ഇന്നർ ട്രാൻസിഷൻ വരുന്നത് അല്ലേ? എഫ് ബ്ലോക്ക് വരും. ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും കൂടെ വരുന്നതായിരിക്കും. ഓക്കെ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏത് എലമെന്റിനായിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏത് എലമെന്റിനായിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് ഫ്ലൂറിൻ. ഓക്കെ. ആരാ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് ആരാണ്? മോസ്ലി. ഓക്കെ. ട്രയാഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതാരാ പറഞ്ഞത്? ട്രയാഡ്സ്. നോബ്രീനർ. ഓക്കെ. ലോ ഓഫ് ഒക്ടേവ്സ് ആരാ പറഞ്ഞത്? ലോ ഓഫ് ഒക്ടേവ്സ് ആരാ പറഞ്ഞത്? ഓരോ എലമെന്റും മ്യൂസിക്കൽ നോട്ട്സ് പോലെ ആയിരിക്കും എന്നല്ലേ? ഓരോ 8th എലമെന്റും ഫസ്റ്റ് വണ്ണിന്റെ അതേ ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. ന്യൂസിലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂസിലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് ആണ് വരുന്നത്. ദെൻ ഒരു ആറ്റത്തിനകത്ത് അതിന്റെ ഓർബിറ്റില് കറങ്ങുന്നതിന് തന്നെ ഓർബിറ്റില് ഒരു ഓർബിറ്റിൽ ആറ്റത്തിന് ചുറ്റും ഓർബിറ്റില് കറങ്ങുന്ന എലമെന്റ്സിനെ എന്നാ പറയുന്നത്? ആറ്റത്തിനകത്തെ സബ്സ്റ്റൻസിനെ എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ചാർജ്, ഇലക്ട്രോൺസിന്റെ ചാർജ് ഏതാ? പ്രോട്ടോൺസിന്റെ ചാർജ് ഏതാ? ആറ്റത്തിന്റെ ചാർജ് ഏതാ? ആറ്റത്തിന്റെ ചാർജ് ഏതാ വരുന്നത്? ന്യൂട്രൽ ആയിരിക്കും. ഇലക്ട്രോൺസിന്റെ പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ളതിന്റെയും നെഗറ്റീവ് ആയിട്ടുള്ളതിന്റെ ചാർജിന്റെ എണ്ണം സെയിം ആണ്. ന്യൂട്രൽ ആയിരിക്കും വരുന്നത്, നോ ചാർജ്. ഓക്കെ. ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറയുമോ? ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിൾ. ഓക്കെ, വാട്ടർ. എല്ലാവർക്കും ഓരോ കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറയത്തില്ലേ? ഓരോ കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറഞ്ഞേ. ഓക്കെ. ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിൾ ഏതൊക്കെ നിങ്ങൾക്ക് പറയാം? കാർബൺ മോണോക്സൈഡ് പറയാം, കാർബൺ ഡൈ ഓക്സൈഡ് പറയാം, കാൽസ്യം ഓക്സൈഡ് പറയാം, വാട്ടർ പറയാം. ഏതൊക്കെ പറയാം? കാർബൺ ഡൈ ഓക്സൈഡ് പറയാം, സോഡിയം ക്ലോറൈഡ് പറയാം, പൊട്ടാസ്യം ക്ലോറൈഡ് പറയാം. ഓക്കെ.
ഇന്നത്തെ സെഷൻ നമുക്കിവിടെ നിർത്താവേ. ബാക്കി ഇനി മൺഡേ ആയിരിക്കും വരുന്നത്. വീക്കിലി 3 ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. അടുത്ത ക്ലാസ് മൺഡേ ആയിരിക്കും വരുന്നത്. ബാക്കിയും കൂടെ കെമിസ്ട്രി കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക കേട്ടോ. ബാക്കിയും കൂടെ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ഫുള്ള് കണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക. കെമിസ്ട്രി കണ്ടവര് അടുത്തത് ഏതാ വരുന്നത്? ഫിസിക്സ് ആണെന്ന് തോന്നുന്നു. ഫിസിക്സ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഓക്കെ, ഫിസിക്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു, അത് നോക്കുവേ. ലീവ് ചെയ്തോളൂ. താങ്ക് യു.